ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാനയെ കാണാത്തതിലെ അമർഷത്തിലാണ് ദേവയാനി ഓരോന്ന് പറയുന്നത്. ഒന്ന് സ്നേഹിച്ച് വരുമ്പോഴേക്കും അവൾ ഇതുപോലുള്ള ഓരോന്ന് കാട്ടിക്കൂട്ടും. അപ്പം തന്നെ മൂർത്തി പറയുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട, നീ സ്നേഹിക്കുന്നത് നിന്റെ മോനെ മാത്രമാണ്. അല്ലാതെ നെഞ്ചിൽ കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമോ നീ നിന്റെ മരുമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന്? അതിന് ദേവയാനിക്ക് ഉത്തരമില്ലായിരുന്നു. ജലജയാണെങ്കിൽ പുച്ഛത്തോടെ ഇരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നവ്യ നല്ല സുഖത്തിൽ ഉറങ്ങാം. ദേഷ്യം വരുന്നുണ്ട് കണ്ടിട്ട്. അതേസമയം നാനയുടെ വീട്ടിൽ അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കരയാണ്. അപ്പം ഗോവിന്ദൻ സമാധാനിപ്പിക്കുന്നുണ്ട് കനകയോട്. കനക ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാം. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എവിടാന്ന് വെച്ചിട്ട് പോയി അന്വേഷിക്കാം? എല്ലാവരും നോക്കുമല്ലേ, അതുപോലെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി നന്ദുമോളെ വിളിക്കട്ടെ? വേണ്ട, അവൾ നല്ല ഉറക്കത്തിലാണ്. അവൾ ഇന്ന് രാവിലെ തൊട്ടേ നല്ല ക്ഷീണത്തിലായിരുന്നു. നമുക്ക് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകാമെന്ന് അയാൾ പറയാണ്. ഒന്നുകൂടി നാനയെ വിളിച്ചു നോക്കും. ഗോവിന്ദൻ പറഞ്ഞ പ്രകാരം കനക വിളിച്ചു നോക്കുന്നുണ്ട്. നാനയെ, അത് കഴിഞ്ഞ് ആദർശിനെയും അനിയും ഒക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ കനക സങ്കടത്തോടെ പറയുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത്. അതുകൊണ്ടാണല്ലോ പോയി നോക്കാമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ആരോടും പറയുന്നത് നമ്മുടെ മോളെ എങ്ങും പോവില്ല. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അത് തന്നെയാണ് ശരി. ഇനി എന്താ നടന്നതെന്ന് മോളെ കണ്ടു കിട്ടിയാലേ അറിയാൻ പറ്റൂ. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ആ രീതിയിലെ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദേട്ടാ, എത്രയും പെട്ടെന്ന് ജ്യോത്സ്യന്മാരെ കണ്ട് പ്രശ്നം വെപ്പിച്ചേ മതിയാവും. അത് കഴിഞ്ഞ് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് അവർ അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. അതേസമയം രാവിലെ ആയിട്ടും നാന എത്താത്തതിൻ്റെ ടെൻഷനിലാണ് അനന്തപുരിക്കാർ മൊത്തം ഉള്ളത്. നവ്യാണെങ്കിൽ ഇതൊന്നും അറിയാതെ നല്ല സുഖത്തിൽ സോഫമേൽ കിടന്ന് ഉറങ്ങുകയാണ്. ബാക്കി എല്ലാവരും നാനയും കാത്തിട്ടുള്ള ഇരിപ്പിലാണ്. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അനി വന്നപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല മുത്തശ്ശ, ഒരറിവുമില്ല, എവിടെയാണ് പോയെന്ന് ഒരെത്തും പിടിയുമില്ല. ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആരും വിളിച്ചിട്ടില്ല മോനെ. ഏട്ടത്തി പോകാൻ സാധ്യതയുള്ളിടത്തേക്ക് അന്വേഷിച്ചു, പക്ഷേ എവിടെ എത്തിയിട്ടില്ല. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എൻ്റെ മോനും മരുമോളും കൂടി ഇവിടെ ആരോടും പറയാതെ പുറത്തേക്ക് പോയപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര വിമർശനമായിരുന്നല്ലോ. ഇപ്പോഴെന്താ, ആർക്കും ഒന്നും പറയാനില്ലേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, തക്കതായ കാരണമില്ലാതെ നാനമോള് വീട് വിട്ടു പോവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. അവൾ തിരികെ വരുമ്പോൾ അറിയാം പോയ കാരണം എന്താണെന്ന്. ജലജ പരിഹസിക്കുകയാണ്. അതിനുശേഷം നവ്യയെ ചൂണ്ടിക്കൊണ്ട് പറയും, ദേ ഒരുത്തിയിരുന്ന് ഉറങ്ങുന്ന കാണുന്നില്ലേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ഉറങ്ങിക്കോട്ടെ, ഈ സമയത്ത് ഉറക്കൊഴിയാൻ പാടില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അബിയും വരുന്നുണ്ട്. എന്തായടാ മോനെ? എല്ലാ മുക്കും മൂലയും അരിച്ചു പെറുക്കി നോക്കി, ഒരു രക്ഷയുമില്ല. അബിക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു. അപ്പം ജാനകി സങ്കടത്തോടെ പറയുന്നുണ്ട്, അന്വേഷിക്കാൻ പോയ ജയേട്ടനും ആദർശവും ഒന്നും ഇതുവരെ തിരികെ വന്നിട്ടില്ലല്ലോ. അപ്പം ജലജേൻ്റെ വക അടുത്ത സംശയം, ഇനി ആർക്കെങ്കിലും ഒപ്പം അവൾ ഒളിച്ചോടി പോയതായിരിക്കുമോ? അപ്പം മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിട്ട് നോക്കുകയാണ് ജലജയെ. അതിനുശേഷം പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇത്തരം ചിന്താരീതികളല്ലാതെ വരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നീയും നിന്റെ മക്കൾക്ക് ഒരു പുരോഗതി ഉണ്ടാവാത്തത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അവളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? ഇനി പരിചയമുള്ളവരൊക്കെ ഞാൻ വിളിച്ചു വല്യമ്മേ, പക്ഷേ എന്നിട്ടും ഒരു രക്ഷയുമില്ല. അപ്പോഴും മൂർത്തി ദേവയാനിയോട് പറയുന്നുണ്ട്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഒരു അപമാനമാണെന്ന് കരുതി ഇനിയും എത്ര നേരം ക്ഷമിച്ചിരിക്കാൻ പറ്റും ദേവയാനി? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, കുറച്ചുകൂടി നോക്കാം അച്ഛാ, നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ ഞങ്ങളെക്കാൾ നാണക്കേട് അച്ഛനാ. അനന്തപുരി തറവാട്ടിൽ ഇതൊക്കെ ആദ്യത്തെ സംഭവങ്ങളല്ലേ. അപ്പോഴേക്കും അബി അവിടുന്ന് മുറിയിലേക്ക് പോവാണ്. പിന്നാലെ തന്നെ ജലജയും പോകുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, അബി, ഇതോടെ അവളങ്ങ് പോയി കിട്ടിയാൽ മതിയായിരുന്നു ആരുടെയും കൂടെ. അങ്ങനെ പോയെങ്കിൽ ആ കിടന്നുറങ്ങുന്നവളില്ലേ, അവളെ നമുക്ക് പിന്നാലെ ഇവിടുത്തെ ചാടിക്കായിരുന്നു. അബിക്കും അത് ഭയങ്കര സന്തോഷം കൊടുക്കുന്നൊരു വാർത്ത തന്നെയാണ്. അതേസമയം നാനയെ തെരഞ്ഞു പോയിട്ടുള്ള ആദർശാണെങ്കിൽ വണ്ടിയും കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവന് വല്ലാതെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒരു രാത്രി മൊത്തം കണ്ണിമ ചിമ്മാതെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്തിട്ടും ഇത്രയും ആൾക്കാരുടെ ശബ്ദം കേട്ടിട്ടൊന്നും നവ്യയുടെ ഉറക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നിടത്തേക്ക് ജയനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ജയനോട് മൂർത്തി ചോദിക്കുകയാണ്, എന്തായി മോനെ? ഒരു വിവരവും കിട്ടിയില്ല. ഇവിടുന്ന് പുറത്തുപോയ നയനമോളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. മോള് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ മോളെ പറ്റിയുള്ള അന്വേഷണം തുടങ്ങിയതാ. എല്ലാ വഴിക്കും പോയി നോക്കി, പക്ഷേ എവിടെയും കാണാനില്ല. അപ്പോൾ ദേവയാൻ ചോദിക്കുന്നുണ്ട്, അവളുടെ വീട്ടിൽ അറിയിച്ചായിരുന്നോ? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇടയ്ക്ക് അനി അവരുടെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ജലജക്ക് ദേഷ്യം കയറാണ്. ജലജ പറയുന്നുണ്ട്, നശിച്ച കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞാലേ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ മൂർത്തിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. ജലജെ, നീ എന്തിനാ നശിച്ച കൂട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്? അത്തരം വാക്കുകൾ ഈ വീട്ടിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ജലജ പറയും, അറിയാതെ പറഞ്ഞു പോയതാ അച്ഛാ. അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതിന് നല്ല മരുന്നുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മൂർത്തിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, നാക്കിനെല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ച് പറയുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എങ്ങനെ പറയാതിരിക്കും? രാത്രി പകലായി കഴിഞ്ഞു, എന്നിട്ടും ഒരു വിവരവും ഇല്ലല്ലോ. എൻ്റെ സംശയം ശരിയായി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ സംശയം? അവൾക്ക് മറ്റാരോടെങ്കിലും അടുപ്പം കാണുമായിരിക്കും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അവനവൻ്റെ സ്വഭാവം ഇടയ്ക്ക് മറ്റുള്ളവർക്കും ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ജലജ ദേഷ്യത്ത് നീ എന്താ പറഞ്ഞത്? അപ്പോൾ മുത്തശ്ശി ഇടയിൽ കയറുകയാണ്. ഇവിടെ വഴക്ക് വേണ്ട, നിൻ്റെ സംസാരത്തിന് അത്തരത്തിലുള്ള മറുപടി തന്നെയാണ് കിട്ടേണ്ടത്. എൻ്റെ മരുമോള് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഇവിടെ എന്തായിരുന്നു പുകില്? ജലജ അടുത്ത കമ്പിടുകയാണ്. അപ്പം ജാനകി പറയുന്നുണ്ട്, അതുപോലെയാണോ നയനമോള്? അവക്കെന്താ കൊമ്പുണ്ടോ?
അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ജലജേ, എൻ്റെ മരുമോള് ആരോടും പറയാതെ പുറത്തു പോയത് തെറ്റ് തന്നെയാണ്. അവളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും അവൾക്കില്ലാത്ത സ്വഭാവങ്ങൾ അവൾക്കുണ്ടെന്ന് പറയരുത്. അവൾ അങ്ങനെ ഒരു ടൈപ്പല്ല. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, മിക്കവാറും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അതിനാണ് സാധ്യത കൂടുതൽ. അപ്പോഴേക്കും ആദർശം കയറി വരുന്നുണ്ട്. അപ്പോൾ ആദർശം വന്നപ്പോഴും മൂർത്തി വീണ്ടും ചോദിക്കുകയാണ്, എന്തായി മുത്തശ്ശ, ഒരിടത്തും അവളെ കാണുന്നില്ല. അപ്പോൾ ജാനകി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ എല്ലാവരെയും വിഷമത്തിലാക്കിയിട്ട് മോളിങ്ങനെ പോയത്? അപ്പോൾ ആദർശ് പറയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. മൂർത്തി പറയുന്നുണ്ട്, മോളുടെ മനസ്സ് നൊന്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോള് നമ്മളെ ആരെയും ഇങ്ങനെ നോവിക്കില്ലായിരുന്നു. ശേഷം അയാൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല, ഞാൻ പോലീസിൽ വിവരം അറിയിക്കാം. വീണ്ടും ദേവയാനി പറയുന്നുണ്ട്, കുറച്ചുകൂടി നോക്കാം അച്ഛാ, പോലീസൊക്കെ ഈ വീട്ടിൽ വന്നാൽ അത് ഈ നാട്ടിൽ മൊത്തം ചർച്ചയാവും. മുത്തശ്ശിയും പറയുന്നുണ്ട്, നാണക്കേട് ഭയന്ന് എത്ര നേരം ഇതിങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നേ? എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസിൽ വിവരം അറിയിച്ചേ പറ്റൂ. ജയൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. അപ്പം ജലജ പുച്ഛത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പോലീസ് വരട്ടെ, അവൾ കാരണം അനന്തപുരി തറവാടിൻ്റെ മാനം പോകട്ടെ, അപ്പോഴെങ്കിലും ഇവിടെയുള്ള മാന്യരൊരു പാഠം പഠിക്കുമല്ലോ. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും കൂടെ അനന്തപുരിയുടെ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നുണ്ട് ഓട്ടോയിലായിട്ട്. അപ്പം കനക ഇങ്ങനെ ടെൻഷനോട് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദേട്ടാ, മോളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിക്കാണോ ഇവർക്ക്? അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അത് നമ്മളെയും വിളിച്ച് പറഞ്ഞേനെ. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ഇതിപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഓരോന്നും സംഭവിക്കുകയാണല്ലോ ഗോവിന്ദേട്ടാ. ആദ്യം നവ്യ മോളെ കാണാതായി, ഇപ്പം ഇതാ നയന മോളെയും. ഇതിനൊരു അവസാനം ഇല്ലല്ലോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പം ഈ വീട്ടിലുള്ളവരും പറയുന്നുണ്ടാവും. അപ്പം കനക ചോദിക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും നമ്മുടെ മക്കൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ ഗോവിന്ദേട്ടാ, എല്ലാം അവർ പോലും അറിയാതെ സംഭവിക്കുന്നതല്ലേ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എങ്കിലും നമ്മുടെ മക്കൾ കാരണം ഈ വീടിൻ്റെ താളം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ടല്ലോ ഇവിടെ. അപ്പോൾ കനക പറയാണ്, ഇനി ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ കുഞ്ഞിനെ കാണാതെ എനിക്കിനി ഒരു തുള്ളി വെള്ളം ഇറങ്ങില്ല, അത്രയ്ക്ക് ആദ്യമുണ്ട് എനിക്കിപ്പോൾ എന്നും പറഞ്ഞ് രണ്ടുപേരും അനന്തപുരിയിലേക്ക് കയറുകയാണ്. ഈ ബഹളങ്ങൾ അത്രയും ഉണ്ടായിട്ട് നവ്യ നല്ല ഉറക്കം തന്നെയാണ്. ബാക്കിയുള്ള ഓരോരുത്തരും നവ്യ നോക്കുന്നുണ്ട്, അവൾ ഇത്രയും സുഖമായിട്ട് ഉറങ്ങുന്ന കണ്ടിട്ട്. അനിയത്തി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമവും ഇല്ല. അപ്പം എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്താണ് കനകയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആദർശ് അവരെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പം കനക ചോദിക്കുന്നുണ്ട്, മോനെ എൻ്റെ മോള് വന്നോ, എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല കനകെ. അപ്പോഴേക്കും കനക പിന്നെ നിലവിളിയാണ്, അയ്യോ എൻ്റെ മോൾക്ക് ഇതെന്താ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. വീണ്ടും ആദർശനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഏയ്, വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അമ്മക്കും അച്ഛനും യാത്ര പറഞ്ഞു പോയതിന് പിന്നാലെ ഞാൻ അവളോട് സംസാരിച്ചിരുന്നു, പിന്നെ അവൾ ഈ വീട്ടിനകത്തോട്ട് കയറിയിട്ടേ ഇല്ല. അപ്പം ഗോവിന്ദൻ വീണ്ടും ചോദിക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? അപ്പോൾ ദേവയാനിയാണ് മറുപടി പറയുന്നത്, ഒരു സംസാരം ഉണ്ടായിട്ടില്ലെന്നല്ലേ അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ കനക പറയുന്നുണ്ട് ചൂടായിക്കൊണ്ട്, കാരണമൊന്നും ഇല്ലാതെ അങ്ങനെ ആരോടും പറയാതെ മോൾ എവിടെയും അങ്ങനെ പോവില്ല. അപ്പം മുത്തശ്ശി അത് തന്നെയാണ് അനുകൂലിക്കുന്നത്, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അപ്പോഴേക്കും ജലജ പറയാണ്, നീയും നിന്റെ മക്കളൊക്കെ കണക്കാ കനകെ. അപ്പോൾ കനക ഇങ്ങനെ അവരെ നോക്കുന്നുണ്ട്. ദേ, ഒരുത്തി ഇരുന്ന് ഉറങ്ങുന്ന കാണുന്നില്ലേ, നവ്യയെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴാണ് കനകയും ഗോവിന്ദനും നവ്യ ഇരുന്ന് ഉറങ്ങുന്ന സ്ഥലത്തേക്ക് നോക്കുന്നത്. അനിയത്തിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നല്ല ഉറക്ക, നേരം പുലർന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. അപ്പോഴേക്കും ദേഷ്യത്തിൽ കനക പോയിട്ട് നവ്യെ കുലുക്കി വിളിക്കുകയാണ്, എടി എഴുന്നേക്കടി. അപ്പം നവ്യ ഇങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ ചടവിൽ എഴുന്നേക്കുകയാണ്. നിന്റെ അനിയത്തിയെ കാണാനില്ല, എന്നിട്ട് നീ ഇവിടെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണോ? ആരോടൊക്കെയുള്ള ഫ്രസ്ട്രേഷൻ മൊത്തം നവ്യയുടെ നേർക്ക് തീർക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം നവ്യ പറയുന്നുണ്ട്, രാത്രി ഒരുപാട് നേരം കാത്തിരുന്നു, എന്നിട്ടും കാണാതായപ്പോൾ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോയതാ, എനിക്ക് വയ്യാത്തതല്ലേ അമ്മേ, നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ വീണ്ടും ആദർശനോട് പറയാണ്, മോനെ, സഹിക്കാൻ പറ്റാത്ത വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ ആദർശ് വീണ്ടും പറയുന്നുണ്ട്, അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അച്ഛാ, അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല, പിന്നെ എന്തിനാ അവൾ ഇറങ്ങി പുറപ്പെട്ടേന്നും അറിയില്ല. അപ്പോഴും കനക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് മഹാലക്ഷ്മിയെ പോലെ ഇവിടെ നിൽക്കുകയായിരുന്നു എൻ്റെ മോളും മരുമോനും സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞാ ഞങ്ങൾ പോയത്. എന്നിട്ട് പിന്നെ എൻ്റെ മോളെ കാണാനില്ലെന്നൊക്കെ എന്നും പറഞ്ഞ് കനക പൊട്ടിക്കരയാണ്. ആരാണെങ്കിലും സംശയിച്ച് പോവില്ലേ, ആദർശന് നേരെയാണ് അവർ പറയുന്നത്. അപ്പോൾ ആദർശം ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്, എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവാതെ. അപ്പം ജലജ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്ക്, എന്നിട്ട് ഞങ്ങളെല്ലാം കോടതി കയറ്റി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുന്ന കുറേ എണ്ണത്തിനെയാണ് നീ പ്രസവിച്ചത്, അതിന് പിന്നെ ബാക്കിയുള്ളവരെ പഴിച്ചിട്ട് എന്താ കാര്യം? അപ്പോഴേക്കും മൂർത്തി എഴുന്നേക്കാണ്. ദേഷ്യത്തോടു കൂടി ജലജയോട് പറയുന്നുണ്ട്, നിർത്ത്, മകളെ കാണാതാവുമ്പോൾ ഏതൊരച്ഛനും അമ്മയ്ക്കും വേദനയുണ്ടാവും, ആ സമയത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും, അതവർ പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കണം. അപ്പോൾ ഗോവിന്ദൻ വീണ്ടും പറയുന്നുണ്ട്, തക്കതായ കാരണമില്ലാതെ അങ്ങനെ ആരെയും വിഷമിപ്പിക്കുന്ന ഒരാളല്ല എൻ്റെ മോള്. അപ്പോൾ ജലജ ദേഷ്യത്തോട് പറയാണ്, ഇന്നലെ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല, ആണുങ്ങളെല്ലാം രാത്രിയിലെ ഉറക്കം കളഞ്ഞ അന്വേഷണത്തിലായിരുന്നു, ദേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ.
അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, ഇത് എത്രാമത്തെ തവണയാണ് ആദർശ് നിങ്ങൾക്കും അവൾക്കും വേണ്ടി ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? അപ്പോൾ ജലജയും പറയും, അത് മാത്രമാണോ, സകല വാടക ഗുണ്ടകളുമായിട്ടും തല്ലുണ്ടാക്കിയിട്ടില്ലേ, എന്നിട്ടാണ് കണ്ണിച്ചോരയില്ലാതെ ഓരോന്നും പറയുന്നത്. ഇവിടെ ആരൊക്കെ ചേർന്ന് അവളെ പിടിച്ച് വിഴുങ്ങിയെന്ന് ജലജ ദേഷ്യത്തോടെ പറയാണ്. അപ്പോഴേക്കും അബി ഒരു സംശയം പറയുന്നുണ്ട്, അല്ല നവ്യെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളായിരിക്കോ ഇനി ഇതിന് പിന്നിൽ? അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു സംശയവും പേടിയും വരുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഒരുത്തൻ നവ്യെ കല്യാണം കഴിക്കാനല്ലേ തട്ടിക്കൊണ്ടുപോയത്, ഇനിയിപ്പോൾ അനിയത്തിയെയും അവൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? അപ്പം ജലജ പറയുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല ഏട്ടത്തി, ഇവരുടെ വീടുമായിട്ട് നേരത്തെ ബന്ധമുള്ളവരായിരിക്കും ഈ ഗുണ്ടകളൊക്കെ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തും പറഞ്ഞോ, പക്ഷേ ഈ രീതിയിൽ സംസാരിക്കരുത്. ഞങ്ങൾക്കങ്ങനെ ഗുണ്ടാബന്ധമൊന്നുമില്ല, ഞങ്ങളുടെ മോശം സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ കയറി വരുന്നു എന്ന് മാത്രം. അപ്പോൾ കനക കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും മോളെ കണ്ടുപിടിക്കണം, ഒരിക്കലും ആരെയും വേദനിപ്പിക്കാത്ത മോളാ. അപ്പോൾ അത്രത്തോളം നയന മോളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മോൾ ആരോടും പറയാതെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൾ വീട് വിട്ട് പോയതാണോ അതോ അബി പറഞ്ഞതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്ന് ആർക്കറിയാം, അവൾ വന്നാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. ഇനി വരുമോ എന്നറിയണം. അപ്പോൾ കനക ഇങ്ങനെ ദേഷ്യത്തോടെ ഷോക്കായിട്ടും ജലജയെ നോക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, കനകയും ഗോവിന്ദനും ഇരിക്ക്, എന്തെങ്കിലും മോളെക്കുറിച്ച് വിവരം കിട്ടാതിരിക്കില്ല. അപ്പോൾ കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഒരു രാത്രി കഴിഞ്ഞില്ലേ അമ്മേ, ഇപ്പോൾ എൻ്റെ മോൾ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അവരുടെ സങ്കടത്തിന് മുന്നിൽ ആർക്കും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം നയന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. തൂണും ചാരി ഇരുന്നുകൊണ്ട് നയന ആലോചിക്കുകയാണ് ആദർശ് എഴുതിയ വരികൾ. എൻ്റെ മുത്തശ്ശൻ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലായിരുന്നു, ആ സമയത്ത് ഞാൻ മുത്തശ്ശന് കൊടുത്ത വാക്കാണ് നയനയെ ഞാൻ സ്നേഹിച്ചോളാമെന്ന്. ആ ഷോക്കിൻ്റെ അവസ്ഥ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് തികട്ടി വരികയാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മയോളവും മുത്തശ്ശനോളവും മുത്തശ്ശിയോളവും വലുതല്ല എനിക്കാരും. അതുകൊണ്ട് മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അമ്മയെ വേദനിപ്പിക്കേണ്ടി വരും. അതിനുശേഷം അമ്മ എന്തു തീരുമാനിക്കുന്നുവോ അത് മാത്രമേ നടക്കൂ. എൻ്റെ അമ്മ ഭാര്യയെ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും. അതേസമയം പൂജാമുറിക്ക് മുന്നിലാണ് മുത്തശ്ശനും മുത്തശ്ശിയുള്ളത്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആദർശമായിട്ട് ഇനി എന്തെങ്കിലും സൗന്ദര്യപ്പിണക്ക് ഉണ്ടായിട്ടായിരിക്കുമോ മോള് പോയിട്ടുണ്ടാവുക? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നല്ലേ ആദർശമോ പറയുന്നത്. എന്ന് മാത്രമല്ല അവനിപ്പോൾ നയനയായിട്ട് തെറ്റാനുള്ള സാധ്യതയുമില്ല. ഇനി നയനയെ സ്നേഹിച്ചോളാമെന്ന് അവരെനിക്ക് വാക്ക് തന്നതാ, പിന്നെ അത് തെറ്റിക്കോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനിയായിട്ടും വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ പെട്ടെന്ന് പോകാനുള്ള കാരണം എന്താ? ഇനി നമ്മളെല്ലാം സംശയിക്കുന്നത് പോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗുണ്ടകൾ മറ്റും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? മുത്തശ്ശി അങ്ങനെ ഒരു സംശയം പറയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ CCTVയിൽ അത് കാണേണ്ടതല്ലേ? മോള് ഗേറ്റ് കടന്ന് പോകുന്നത് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്, ഒറ്റയ്ക്കാണ് പോയത്. നയനമോളുടെ അച്ഛനും അമ്മയും ഇനി മോളെ കാണാതെ പോവില്ല. ഇവിടെ മോളുമായിട്ട് ആരും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞത് അവരെത്രത്തോളം വിശ്വസിച്ചു എന്ന് അറിയില്ല. മുത്തശ്ശി സങ്കടത്തോടെ പറയാണ്. അപ്പം അയാളും പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞത് സത്യമല്ലേ വസുന്ധരെ, നയനമോളെ കാണാവുന്നതിന് തൊട്ട് മുമ്പ് വരെ നയനമോൾ കളിച്ച് ചിരിച്ചാണ് നടന്നത്. ഗോവിന്ദനും കനകയും ആണെങ്കിലും ഇവിടെ വന്ന് പൂജയ്ക്ക് വന്നപ്പോൾ മോളുടെ സന്തോഷവും സംതൃപ്തിയും കണ്ടിട്ടല്ലേ പോയത്. പിന്നെ അതിനുശേഷം എന്താ നടന്നതെന്ന് മോളെ കണ്ടെത്തിയാലേ പറയാൻ പറ്റൂ. അപ്പോഴേക്കും മുത്തശ്ശി പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര, ആപത്തൊന്നും കൂടാതെ മോളിങ്ങ് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. നയന അമ്പലത്തിൻ്റെ പടിക്കെട്ടിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൂണും ചാരിയിട്ട്. അപ്പം അവിടുത്തെ പൂജാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇവിടെ തന്നെയാണ്. ഇന്നലെ രാത്രി മുതലോ? എന്താ മോളെ? അപ്പോൾ കരഞ്ഞുകൊണ്ട് നയന പറയാണ്, വേറെ എങ്ങോട്ടും പോവാനില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഭാഗ്യത്തിന് സാമൂഹ്യ വിരുദ്ധരുടെയൊന്നും കണ്ണിൽപ്പെട്ടില്ല, അവർക്കും എന്നെ വേണ്ടായിരുന്നു. അപ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട്, എന്താ മോൾക്ക് പറ്റിയത്? അനന്തപുരി പോലെ വലിയൊരു തറവാട്ടിലുള്ള മോള് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് ശരിയാണോ മോളെ? അപ്പം നയന തിരിച്ചു പറയുന്നുണ്ട്, അനന്തപുരിയിലെ എന്നല്ല, ഒരു വീട്ടിലെയും മരുമക്കൾ ഇതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ വന്നിരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും? രാത്രി മറ്റെവിടെ പോയിരുന്നാലും എനിക്ക് ആശ്വാസം കിട്ടില്ല എന്ന് തോന്നി. ഇവിടെ പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അവിടെ ഞാനും ദേവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, എന്നിട്ടും എന്താ പറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ മോള്? അപ്പം നയന പറയും, പറ്റാനുള്ളതൊക്കെ പറ്റി. ഇനി അമ്പലത്തിലെ ജോലിയൊക്കെ ചെയ്ത് അമ്പലത്തിലെ പടച്ചോറും കഴിച്ച് ഞാനിവിടെ കഴിഞ്ഞോളാം. ക്ഷേത്ര കമ്മിറ്റി അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ശല്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, കടുത്ത നിരാശയിലാണല്ലോ മോൾ സംസാരിക്കുന്നത്. ദൈവത്തെ ഇത്രയ്ക്ക് അടുത്തറിയുന്ന മോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത്രയ്ക്ക് വലിയ സങ്കടം മോൾക്കുണ്ടായെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ സങ്കടപ്പെടുത്തുന്നവർ അറിയുന്നില്ല നാളെ അവർക്ക് അതിനേക്കാളും വലിയ കടമ്പകൾ നേരിടേണ്ടി വരുമെന്ന്, അവർക്ക് അതോർത്ത് കരയേണ്ടി വരുമെന്ന്.
മറുപടിയൊന്നും പറയാതെ കണ്ണീരോടുകൂടി നിൽക്കുകയാണ് നയന. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ ഇതിലൊരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. കാരണം നയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജോലിക്കും വർക്ക് ചെയ്യാനൊക്കെ കഴിവുള്ളൊരു കുട്ടിയാണ്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, ഡിസൈൻ ചെയ്യാനറിയാം. അങ്ങനെയുള്ളൊരു വ്യക്തി പോയിട്ട് ഒരിക്കലും അമ്പലത്തിൽ പോയിട്ട് അവിടെ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം കഥ എഴുതുന്ന ആരാണെങ്കിലും അവർ കുറച്ചുകൂടി ബോൾഡായിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം ഒരു വളരെ മോശമായ ഒരു ക്യാരക്ടറാക്കിയിട്ട് നയനയെ മാറ്റുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥാവിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.